ഹലോ, ഞാൻ ഇന്നിവിടെ ചൂര ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചൂര, കേദർ, നമ്മളൊക്കെ സൂത എന്നാണ് കേട്ടോ പറയാറ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ആദ്യം തന്നെ ഞാൻ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 10 വെളുത്തുള്ളി, അതുപോലെ തന്നെ കൊച്ചുള്ളിയും ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒരു 1/2 സ്പൂൺ ജീരകം, അതുപോലെ തന്നെ ഒരു 10 കറി ലീഫും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന്. ഇതൊക്കെ ഞാനിപ്പം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം മിക്സിയുടെ ജാറിൽ എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അതിനു മുമ്പ് ഞാൻ ഒരു ഇത്തിരി, അതായത് 2 ചെറിയ സ്പൂൺ സുർക്ക, വിനാഗിരി എന്നൊക്കെ പറയും, അത് ഒഴിക്കുന്നുണ്ട്. 2 ചെറിയ സ്പൂൺ, കുഞ്ഞു സ്പൂണാണ് ഒഴിച്ചത്. എന്നിട്ട് ഒന്ന് ക്രഷ് ആക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒന്ന് ക്രഷ് ചെയ്യാണ് മിക്സിയുടെ ജാറിലിട്ടിട്ട്. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഞാൻ അരച്ചെടുത്തത്. ഇനിയിപ്പം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു മസാലക്കൂട്ട് നമ്മുടെ ഈ മാറ്റി വെച്ചിരിക്കുന്ന ഫിഷിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഞാൻ നന്നായിട്ട് കൈ വെച്ച് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഫിഷിൻ്റെ മീറ്റിന് നല്ല കട്ടിയുണ്ട്. ഈ ചൂര, സൂത എന്നൊക്കെ പറയുമ്പം ഇതൊരു നല്ല കട്ടിയുള്ള ഫിഷിൻ്റെ മീറ്റ് തന്നെയാണ്. അപ്പം അതിലേക്ക് നന്നായിട്ട് ഈ ഒരു മസാലക്കൂട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൈവച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെയാണ് ഞാൻ തേച്ച് പിടിപ്പിക്കുന്നത്. കാരണം പ്രസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു മസാലയുടെ പുളിയും എരിവൊക്കെ നന്നായിട്ട് ഈ ഒരു മീറ്റിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, മീനാണ് സാധനം, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇതിലേക്ക് നമ്മൾ ഉടയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉടയാതെ കൈവച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെച്ച് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി പുറത്തിരുന്നാലും കുഴപ്പമില്ല. ദെൻ അതിന് ശേഷം ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാന് ഞാനിപ്പോൾ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അറിയാലോ, വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമുക്ക് എപ്പോഴും എന്തും ഫ്രൈ ചെയ്തെടുക്കുമ്പം വെളിച്ചെണ്ണയിലാകുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വ്യത്യാസം തന്നെയാണ്. അപ്പം ആ ടേസ്റ്റ് ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഓരോ പീസായിട്ട് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് ഞാൻ വെക്കുന്നത്. അത് ആ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം. അപ്പം നല്ല ചൂടായ പാനിലേക്ക് ഞാനിപ്പോൾ ഓരോ പീസായിട്ട് വെച്ച് കൊടുത്തു. ഞാൻ 3 പീസേ വെക്കുന്നുള്ളൂ. എനിക്ക് 4 പീസ് ഉണ്ടായിരുന്നു, പക്ഷേ 4 പീസ് വയ്ക്കാനുള്ള സ്പേസ് ഇല്ല. അത്യാവശ്യം വലിയ പീസ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ 3 പീസ് വെച്ച് ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് കറി ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു സ്മെല്ലിനും ഒരു ടേസ്റ്റിനും കൂടെ തന്നെയാണ് ഞാൻ മേലിൽ കുറച്ച് കറി ലീഫും കൂടെ വിതറിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അറിയാലോ, ഫിഷ് എപ്പോഴും കുക്കാവണം. അപ്പോൾ നമ്മൾ കുക്കാവുന്നതിന് മുമ്പ് നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കുകയാണെങ്കിൽ അത് കരിഞ്ഞ് നാശമാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് കുക്കാവുകയും ചെയ്യും. എന്ന് വെച്ചിട്ട് നമുക്ക് ഒരു കരിയാനുള്ള ചാൻസ് ഇല്ല. അപ്പം ഞാൻ 2 സൈഡും ആവശ്യത്തിന് മറിച്ചും തിരിച്ചൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്, ചെറിയൊരു ഫ്ലെയിമിൽ. പിന്നെ ഞാൻ കുറച്ച് കറി ലീഫ് വീണ്ടും അതിൻ്റെ മേലിൽ കൂടെ വിതറിയിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ആവശ്യത്തിനുള്ളൊരു കുക്കായതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്ലേറ്റിൽ വയ്ക്കുമ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ പീസ് ക്യാരറ്റും ദെൻ ഒരു സവാളയും പിന്നെ കുറച്ച് കറി ലീഫും കൂടെ വെച്ച് ജസ്റ്റ് ഒന്ന് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫിഷ് ഫ്രൈ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.